അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ജാനി ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്. അതേ സ്കൂളിൽ തന്നെ +1 പഠിക്കുകയാണ് ചിമ്മി. കുറച്ച് ഹൈറ്റ് കൂടി എന്നല്ലാതെ നമ്മുടെ കുശുമ്പി പാറുവിൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അവൾ ഇപ്പോഴും ചിമ്മിയോട് മിണ്ടുന്ന പെൺകുട്ടികളെ സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ അവളുടെ യാത്ര തുടരുന്നു. ഒപ്പം യദുവും. ലിസ ഇപ്പോൾ വേറെ സ്കൂളിലാണെങ്കിലും അക്കി ചിമ്മിയുടെ കൂടെ തന്നെയുണ്ട്. ചിങ്കി ഇപ്പോൾ MBAക്ക് പഠിക്കുന്നു. ജീവൻ തൻ്റെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോബ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു. ജോഗിങ്ങും കൊണ്ടിരുന്ന കാര്യം നടക്കില്ലല്ലോ, കുറച്ച് ഉത്തരവാദിത്വമൊക്കെ തലയിലിരിക്കട്ടെ. അളിയ, ആ പച്ച എങ്ങനെയുണ്ടടാ? അവളിപ്പ എന്നെയല്ലേ നോക്കിയത്? ആ പച്ചയല്ല, മഞ്ഞ. നീ ഇവിടെ വായി നോക്കിക്കൊണ്ട് നിന്നോ. ആ ഉണ്ടക്കണ്ണി ഇപ്പൊ ഇവിടെ എവിടെയേലും നിന്ന് എന്നെ വാച്ച് ചെയ്യുമായിരിക്കും. ആ അനുഭവിച്ചു. പണ്ട് തൊട്ടേ രഹസ്യമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. എന്നാലും എന്റെ പൊന്നളിയാ, നിന്റെ ഒരു യോഗം. ഒട്ടന് ലോട്ടറി അടിച്ച പോലെ ആണെങ്കിലും നീ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ അവള് തന്നെ ഇങ്ങോട്ട് വന്ന് അവളുടെ ഇഷ്ടം പറഞ്ഞില്ലേ? ഇഷ്ടമോ? ആർക്ക്? അവളാ പറഞ്ഞ പ്രായത്തിൽ ഇഷ്ടത്തിന്റെ അർത്ഥം പോലും അവൾക്ക് അറിയാമായിരുന്നു എന്ന് ആർക്കറിയാം. പിന്നെ ഞാനത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ഉപദേശിച്ച് നന്നാക്കാനൊന്നും പോയില്ല. അങ്ങനാണെങ്കിൽ അവൾ ഇപ്പോഴും കൊച്ചു തന്നെയല്ലേ. നീ തന്നെയല്ലേ അവളോട് ഗ്യാപ്പിടുന്നത്. അത് തന്നെയാണ് എന്റെ പേടി. അവളിനെ കുറച്ചുകൂടൊക്കെ കഴിഞ്ഞ് ബോധമൊക്കെ വരുമ്പോ എന്നെ വിട്ടിട്ട് പോയാൽ പിന്നെ ഞാനെന്ത് ചെയ്യും? എനിക്കിപ്പോഴും അവൾ എന്റെ ആ പഴയ ചീവിടി ജാനിക്കുട്ടി തന്നെ. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ആ ചിങ്കിയ. ഹലോ, പറയടാ. നീ എവിടാ സിമ്മി? അടുത്തത് എന്റെ ഡാൻസാ. നീ വേഗം സ്റ്റേജിന്റെ ഫ്രണ്ടിലോട്ട് വാ. അവളാ. വാടാ, സ്റ്റേജിന്റെ അടുത്തോട്ട് പോകാം. ഓ ആയിക്കോട്ടെ, നടക്ക് നടക്ക്. അവളുടെ ഡാൻസ് എപ്പോഴാടാ? അടുത്തതാണെന്നാ പറഞ്ഞെ. ഇപ്പൊ പോയ മഞ്ഞക്കിളി എന്നെയല്ലേടാ നോക്കിയത്? ഏത്? അത് ആ സ്റ്റേജിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. അതേ നോക്ക് നോക്ക്, ദേ പോന്നാ കൊച്ച്. നോക്കടാ. എവിടാ? ഓ ഓ ഓ ഓ ഓ ഈ ബട്ടർഫ്ലൈ. ആയിക്കോട്ടെ.
ഇവനോട് പണ്ടൊന്ന് അഭിനയിക്കാൻ പറഞ്ഞിട്ട് ഇവനിപ്പോഴും അങ്ങ് ജീവിച്ചു തകർക്കുവാണല്ലോ. ആഹാ, ഓരോന്ന് പറയുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പൊ എന്തായാലും എന്താ, നമ്മുടെ ജിമ്മിയല്ലേ, അവൻ നല്ലവനാ. വീണ്ടും സമയം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ഒപ്പം ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ജാനിയും ചിമ്മിയും. വർഷങ്ങളോളം മനസ്സിലൊളിപ്പിച്ച ചിമ്മിയുടെ പ്രണയകാർമേഘം ജാനിയുടെ ഒറ്റ പെർഫോമൻസിൽ മഴയായി പെയ്തിറങ്ങി. എന്നാൽ അതിലേറെ നനഞ്ഞതും ചിമ്മി തന്നെയായിരുന്നു. അവൻ ഏറെക്കാലമായി മനസ്സിലൊളിപ്പിച്ച അക്കയോട് മാത്രം തുറന്നു പറഞ്ഞ അവൻ്റെ വലിയ രഹസ്യമാണ് ജാനി. ഇത്രയും കാലം ജാനിയുടെ പ്രായത്തെ കണക്കിലെടുത്ത് എല്ലാം ഉള്ളിലൊളിപ്പിച്ച ചിമ്മിക്ക് ഇനിയും അതിന് സാധിക്കില്ലെന്ന് മാത്രമല്ല, ചിമ്മിക്കിപ്പോൾ ജാനിയെ കാണാതിരിക്കാൻ കൂടെ പറ്റാതെയായി. എന്നാൽ ചിമ്മിയുടെ മനസ്സിൽ ഇത്രയും ഭൂകമ്പങ്ങൾ ഉണ്ടായതറിയാതെ പെട്ടെന്ന് തന്നോട് അവന് സ്നേഹം കൂടിയതിൽ മതിമറന്ന് തുള്ളിച്ചാടി നടക്കുകയാണ് നമ്മുടെ ജാനിക്കുട്ടി. ജാനി ഡാൻസ് അക്കാഡമിയിൽ ദിവസവും കൊണ്ടാക്കിക്കൊണ്ടിരുന്ന ചിമ്മി ഇപ്പോൾ തിരികെ പോകാതെ അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. ഡാൻസ് ക്ലാസ്സിൽ ലിസ ഉണ്ടെങ്കിലും അതൊന്നും അവരെ ബാധിച്ചതേയില്ല. തിളക്കമാർന്ന ചിമ്മിയുടെ കുഞ്ഞിക്കണ്ണുകൾ എപ്പോഴും ആ രണ്ടുണ്ടക്കണ്ണിൽ മാത്രം തറച്ചു നിന്നു. ചെറുപ്പം മുതലേ ജാനിക്ക് ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റും അവളുടെ പാഷനും ഒക്കെ അറിയാമെങ്കിലും ചിമ്മി ഇപ്പോഴാണ് ജാനിയുടെ ഡാൻസ് കാണുന്നത്. അതുകൂടി കണ്ടപ്പോൾ ചിമ്മിക്ക് ജാനിയോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. കാരണം ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവൾ ചിമ്മി കണ്ടിട്ടില്ലാത്ത മറ്റൊരു ജാനിയാവുകയാണ്. പലപ്പോഴും അവളുടെ ചുവടുകളിൽ അവനും ലയിച്ചു ചേർന്നു. എന്നാൽ ഇത് പതിവായപ്പോൾ ഇതൊന്നും അവിടുത്തെ ഡാൻസ് ടീച്ചറിന് ഇഷ്ടപ്പെട്ടില്ല. കൂടെ വരുന്നവരാരും കൂട്ടിരിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു. പിന്നെ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ചിമ്മി ആ കടുത്ത തീരുമാനമെടുത്തു: ഡാൻസ്. അതെ, അങ്ങനെ ചിമ്മിയും ജാനിയുടെയും യദുവിൻ്റെയും ഒപ്പം അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും കുറേ നാളത്തെ പ്രാക്ടീസ് ഫലം കണ്ടു തുടങ്ങി. അങ്ങനെ ചിമ്മി അവിടുത്തെ മെയിൻ ഡാൻസേഴ്സും പ്രധാന ശത്രുക്കളുമായ ജാനിയുടെയും ലിസയുടെയും ഒപ്പമെത്തി. ഇതിൻ്റെ ഒരു പാതി ക്രെഡിറ്റും ജാനിക്ക് തന്നെയാണ്. ഡാൻസിനെ ഒരിക്കലും ഒരു നേരം പോക്കായി കാണരുതെന്നും അതിനോടൊരു പാഷനൊക്കെ ഉണ്ടായി ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകുമെന്നും അവൾ എപ്പോഴും അവനെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ജാനി ഒരു മെയിൻ ഡാൻസറൊക്കെ തന്നെയാണെങ്കിലും മറ്റ് അക്കാഡമികളുമായുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പെർഫോമൻസിനൊന്നും അവളുടെ ടീച്ചർ അവളെ പങ്കെടുപ്പിച്ചിരുന്നില്ല. കാരണം അവളുടെ മാതാപിതാക്കളുടെ വിലക്ക് തന്നെയാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചെറുപ്പത്തിൽ പ്രാക്ടീസിനിടയ്ക്കും മറ്റും മറിഞ്ഞു വീണ് ജാനിയുടെ കാല് ഇടയ്ക്കിടയ്ക്ക് ഒടിയുന്നതൊരു പതിവായിരുന്നു. നന്നായി പെർഫോം ചെയ്യുമെങ്കിലും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിലക്കുന്നത് ജാനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. നിന്റെ കാലിൽ എല്ലിന് പകരം മുട്ടത്തോടാണോ എന്നുള്ള ലിസയുടെ പരിഹാസം വേറെ. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ജാനിയെ തളർത്താൻ പറ്റില്ല. ഹലോ ഗായ്സ്, എല്ലാരും കൂടെ ശ്രദ്ധിച്ചേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അതെ, ഇന്ത്യയിലെ നമ്പർ 1 ഡാൻസ് കോമ്പറ്റീഷനായ ജസ്റ്റ് ഡാൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. മതി നിർത്ത്. ഓവർ എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടിയിരുന്നാൽ മാത്രം പോരാ. കഴിഞ്ഞ വർഷത്തെ ഫൈനൽസ് കോമ്പറ്റീഷൻ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ. അത് ഈ വർഷം എന്നല്ല, ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഒക്കെ ആകുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കുറെ ടീംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കൂട്ടത്തിൽ നമ്മൾ കാണും. പക്ഷെ നമ്മൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമല്ല. കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായ ആ ക്രൗൺ ഇങ്ങ് കൊണ്ടുവരാനാ. അത് ഇനി ഇവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പ്രാക്ടീസ് അല്ലാതെ മറ്റൊന്നും നമ്മളെ ആ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കില്ല. സോ വർക്ക് ഹാർഡ്. പിന്നെ ഞാൻ ഫൈനൽ സ്റ്റേജിനെ കുറിച്ച് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എനിക്ക് എന്റെ കുട്ടികളെ അത്ര വിശ്വാസമുണ്ട്. കാരണം ഓരോ തവണ പെർഫോം ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് തന്നെയാണ് നൽകുന്നത്. പിന്നെ ഈ വർഷത്തെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെമിയിലും ഫൈനൽസിലും ഞാൻ പെയർ ഡാൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് കൺഫേം ചെയ്താൽ മതി. ഒരാളെ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് എപ്പോഴത്തെയും പോലെ കൺഫ്യൂഷൻ. ടീച്ചർ, പെയർ ഡാൻസ് ഞാൻ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഐ പ്രോമിസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇനി ഉണ്ടാവില്ല. ഞാൻ നന്നായി പെർഫോം ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ടീച്ചർ, ജാനിയല്ലേ ലിസയേക്കാൾ നന്നായി ഡാൻസ് ചെയ്യുന്നത്? അത് ടീച്ചർക്കും അറിയാവുന്ന കാര്യമല്ലേ? ടീച്ചർ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. പിന്നെന്താ ജാനിയെ പെർഫോം ചെയ്യാൻ സമ്മതിക്കാത്തത്? യദു, ഇവിടുത്തെ ബെസ്റ്റ് ഡാൻസർ ആരാണെന്ന് ചോദിച്ചാൽ അത് ജാനി തന്നെയാണ്. ഡാൻസ് അവൾക്ക് പാഷനാണ്. അത് അവളുടെ ബ്ലഡിലുണ്ട്. പക്ഷേ ജാനിയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾ ഓവറായിട്ട് ബോഡിക്ക് സ്ട്രെസ് കൊടുത്താൽ അത് ജാനിക്ക് തന്നെയാണ് ദോഷം. ഞങ്ങൾക്കും ജാനി തന്നെ പെർഫോം ചെയ്താൽ മതിയെന്നാണ്. ടീച്ചർ,
എന്റെ ഡ്രീമാണ്. എനിക്കൊരു ചാൻസ് തന്നോട്. എന്റെ പോരായ്മകളെ ഓർത്ത് ഞാൻ ഇതിൽ നിന്നും പിന്മാറി നിന്നാ പിന്നെ ഞാൻ എന്റെ പാഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? പ്ലീസ് ടീച്ചർ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എന്നെ വിശ്വസിക്കാം. ടീച്ചർ, ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ഇവിടെ പാഷൻ മാത്രം നോക്കിയാൽ പോരാ. പെർഫോമൻസിനോടൊപ്പം ഹാർഡ് വർക്കും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പ്രാക്ടീസിനോടൊപ്പം സ്ട്രെസ് മാത്രമല്ല, സ്ട്രെയിനും ഒക്കെ ബാധകമാണ്. ഓക്കെ, ലിസ പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്ക് വേണ്ടത് ബെസ്റ്റ് ഡാൻസറിനെയാണ്. ജാനിയെ ലിസയ്ക്ക് ഇപ്പോ ഇവിടെ വെച്ച് ബീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ ജസ്റ്റ് ഡാൻസിന്റെ ഫൈനൽസിൽ ചിമ്മിയോടൊപ്പം ലിസയും കാണും. അതില് ഡൗട്ടൊന്നും വേണ്ട. ജാനി ചേച്ചി തന്നെ ജയിക്കും. ജാനി, ഓൾ ദ ബെസ്റ്റ്. ജാനി, ഇത് നീ നിന്നെ തന്നെ പ്രൂവ് ചെയ്യേണ്ട സമയമാണ്. നീ നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. നിന്റെ പാഷനും കോൺഫിഡൻസും എന്താണെന്ന് എനിക്കറിയാം. അത് ഇന്നിവിടെ എല്ലാരും കാണണം. എന്റെ ബട്ടർഫ്ലൈക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നും നിന്റെ കൂടെ നിന്റെ ഈ ചിമ്മി ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. അപ്പോ ഇനി എല്ലാരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിക്കോ. പ്രത്യേകിച്ച് ജാനിയും ചിമ്മിയും ക്രൗൺ കൊണ്ടുവരാനുള്ളതാ. പിന്നെ ജാനിയുടെ വീട്ടിൽ പറയുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ തുടങ്ങിക്കോ.
ജാനി ഇവിടെ. നെക്സ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞാൽ നിങ്ങളാ. വേഗം വാ. ആണോ? അവള് ചിങ്കിയുടെ കൂടെ ഉണ്ട്. ചിങ്കി എന്താന്നറിയത്തില്ല, ടെൻഷൻ അടിച്ചിട്ട് എന്റെ കൈയും കാലും മറയ്ക്കുക. ഹയ്യേ, എന്റെ ജാനവിക്ക് ടെൻഷനോ? അതും ഡാൻസ് കളിക്കാൻ. കൊള്ളാം. ചിങ്കി, ഇത് എപ്പോഴത്തെയും പോലുള്ള പെർഫോമൻസ് അല്ലല്ലോ. അതെ, ഇത് എപ്പോഴത്തെയും പോലുള്ള ഒരു പെർഫോമൻസ് അല്ല. എന്റെ ജാനമ്മയുടെ സ്വപ്നമാണ്, കഷ്ടപ്പാടാണ്. ചിമ്മിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നീ വീട്ടിൽ വന്ന് നിന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആരും കാണാതെ എന്റെ ജാനമ്മ എത്ര വേദന സഹിച്ചെന്ന് എനിക്കറിയാം. അതൊക്കെ കണ്ടിട്ടും ഞാൻ കാണാത്തതുപോലെ നിന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ. ആ വലിച്ചു മുറുക്കി കെട്ടിയ ബാൻഡേജിനകത്തുള്ള നീര് വെച്ച കാല് ഒരിക്കലും എന്റെ ജാനമ്മയുടെ സ്വപ്നത്തിനൊരു തടസ്സമാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ജാനി വാ, അടുത്തത് നമ്മളാ. കരഞ്ഞു വൃത്തികേടൊക്കെ അതിന്റെ കൊച്ചിങ്ങി വന്നേ, എല്ലാരും കാണട്ടെ എന്റെ ജാനമ്മയുടെ പെർഫോമൻസ്. ജാനി ജിമ്മി ഓക്കെ അല്ലേ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് നമ്മളാ. രണ്ടുപേരും ടെൻഷൻ ഒന്നും എടുക്കണ്ട. എന്റെ പിള്ളേരുടെ കഴിവ് എനിക്കറിയാം. രണ്ടാളും നിങ്ങളുടെ ഫുൾ കൊടുത്ത് പെർഫോം ചെയ്താ പിന്നെ ഫൈനൽ. എന്നിട്ട് ക്രൗണും കൊണ്ട് നമ്മൾ തിരിക്കും. ഓക്കെ? ചേട്ടനെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. രണ്ടുപേരും പോയി തകർത്തിട്ട് വായോ. പിന്നെ ജാനമ്മയെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ഹലോ ജാനിക്കുട്ടി. ചേച്ചി ചേച്ചി എപ്പോ എത്തി? വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರಧರ ಪಿರಾಗಧರ ಧರ ಸುಂದರಧರ ಪಿರಾಗ ಧರ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ.
ജാനി 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 എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? കാല് വേദനിക്കുന്നു ജെന്നി. ജാനി മോളെ. അയ്യോ, കാലിന് നല്ല നീരുണ്ടല്ലോ. എന്നിട്ട് എന്താ ജാനി നീ ഇതുവരെ ഒന്നും പറയാതിരുന്നത്? ഇത്ര വേദന സഹിച്ച് വളക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടൊന്നും പറയാതിരിക്കുന്നത്. ജനനി മതി, നിർത്ത്. കാലിലെ നീര് കണ്ടില്ലേ? മൂക്ക് നല്ല വേദനയുണ്ട്. വാ, എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം.